അടുത്ത എപ്പിസോഡിൽ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. പാസ്റ്റർ ജോസിയുടെ അമ്മ ആരാണെന്നും അവരുടെ മിനിസ്ട്രി എന്താണെന്നും ഒക്കെയും ദൈവം അനുവദിച്ചാൽ അത് നമ്മൾ അടുത്ത പ്രാവശ്യം റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ആപ്റ്റല്ലേ? അമ്മ കഴുതയും മകളും, സ്തോത്രം, എല്ലാം പുറത്തു വരികയാണ്. ഇത്രയും നാളത് കിട്ടിയിരുന്നതായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെയുള്ള അനേകർ അത്, ഹാലലുയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, പ്രൈസ് ലോർഡ്. പിന്നെ പാസ്റ്റർ ലിനില് കണ്ട ദർശനം പോലെ അനേക സഹോദരിമാർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ അനേക വിഷൻസിനെ കുറിച്ച് സഹോദരിമാരെ കാണുവാൻ തുടങ്ങി. സോ പലരും എന്നോട് പറഞ്ഞത് മിറക്കിൾസ് ചെയ്തങ്ങ് പോയാൽ പോരെ, വിടുതലും വീഴ്ത്തിയതും. ഞാൻ ഒരു ആളും വീഴാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എന്നെ എല്ലാവരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അവരോട് അവരെ പ്രാർത്ഥിക്കുന്നതും എല്ലാം. കാരണം വീഴ്ചയിലല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവരുടെ ട്രാൻസ്ഫോർമേഷൻ, അവരുടെ ഹൃദയം. ജോസിയും പാസ്റ്റർ റാണിയും എന്തിനായിരിക്കും ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിലാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മൾ ഭാഗ്യവാനും ഭാഗ്യവതികളുമാണ്. കാരണം നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യം അത് കംപ്ലീഷനിലേക്ക് വരികയാണ്. കാരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു, ഉണരുവിൻ, എഴുന്നേൽക്കുവിൻ, എസ്തേറേ എഴുന്നേൽക്കൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അത് നമ്മുടെ സമയത്ത് നമുക്കുള്ളൊരു ദൗത്യം നമുക്ക് ചെയ്തു തീർക്കാൻ ദൈവം തന്ന ആ വിലയേറിയ സമയത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ പാസ്റ്റർ ജോസിയും ഞാനും കൂടെയാണ് ഇന്ന് നിങ്ങളോട് ആഴത്തിൽ 2 എപ്പിസോഡുകളുണ്ട്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. രണ്ടാമത്തെ എപ്പിസോഡ് ഷൊർണൂർ മുതൽ കന്യാകുമാരി വരെ യാത്ര പോയപ്പോൾ അനുഭവിക്കുകയും ഫേസ് ചെയ്യുകയും അതിലുള്ള അനേക കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ്, നമ്മൾ ഇവിടെ ഇരുന്ന് ഞാൻ പലപ്പോഴും മെസ്സേജുകൾ തരുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല അവിടേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. സോ അവിടെ ഇറങ്ങി ചെന്നപ്പോഴേ നടന്ന ചില അനേകം നമ്മളെ പഠിപ്പിക്കുകയും ഗ്രഹിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇത് പറയുമ്പോൾ നമ്മുടെ എല്ലാവരും കേൾക്കുന്നുണ്ട്. മിക്സഡ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരും കേൾക്കട്ടെ. ഹല്ലേലൂയ. സോ ഒരു ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് അഴിച്ചു പുറപ്പെടുവിച്ചുകൊണ്ട് മോശയുടെ ദൗത്യത്തിലാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അനേകം മോശകളെ ദൗത്യത്തിനായി ദൈവത്തിന് ആവശ്യമുണ്ട്. അവർ നേരത്തെ മുതലേ ഒരുക്കിക്കൊണ്ടിരുന്നവരാണ്. നിങ്ങൾ അതിലൊരാളാണെങ്കിൽ ആമേൻ പറഞ്ഞോളൂ. ഹല്ലേലൂയ. നെവർ ഗീവ് അപ്പ്. അപ്പോൾ ഈ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ മോശയ്ക്ക് ആവശ്യമുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തു. ഹല്ലേലൂയ. സോ വേണമെങ്കിൽ നമ്മൾ പറയും, എന്തിനാണ് ഈ 10 പ്രാവശ്യം ഈ ബാധയൊക്കെ കൊണ്ടുവന്നതെന്ന്. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശ്യം വിലയേറിയതാണ്. തന്റെ ഭക്തനെ ഒരു യാത്രയ്ക്ക് അയക്കും മുമ്പ് ആവശ്യമായ യുദ്ധാഭ്യാസങ്ങളെല്ലാം കൊടുത്തിട്ടേ ഇറക്കത്തുള്ളൂ. കാരണം അനേക കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ, ഇന്നത്തെ ഈ ദിവസത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ കുലുങ്ങിപ്പോകാതിരിക്കുന്നതും അനേകരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നതും. നമ്മൾ വിചാരിക്കും ഒരു ടൈപ്പിലുള്ള ആളുകളായിരിക്കും പിന്മാറ്റക്കാരായിരിക്കും, അല്ലെങ്കിൽ ബൈബിള് വായിക്കാത്തവരായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങിയിരിക്കുന്നവരായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഹല്ലേലൂയ. അങ്ങനെയല്ല കാര്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ഡെപ്തിലേക്ക്, ആഴത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ആടുകൾ സഭയിലെ നേതാക്കന്മാരെയാണ് കണ്ടുമുട്ടുവാൻ ഇടയായതും അങ്ങനെയുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷനുകളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ടായി. അനേക ആടുകൾ കുരുങ്ങിക്കിടക്കുന്നു. അവർക്ക് തന്നെ സത്യത്തെക്കുറിച്ച് പറയാൻ ഭയമാണ്. ഇത് ദുഷ്ടലോകമാണെന്ന് ഭയമാണ്. അവർ ഏതോ ഒരു ശക്തിയെ വിശ്വസിക്കുന്നു, വിശ്വാസികളാ, പക്ഷെ അവര് ട്രാപ്പിൽ വീണുപോയി. ഹല്ലേലൂയ. ഇതൊന്നും സാധാരണ ഒരാളെ കൊണ്ടുപോയി റെസ്ക്യൂ ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. സോ കർത്താവ് തന്ന എല്ലാ ട്രെയിനിങ്ങുകൾക്കായി നിങ്ങൾ സ്തോത്രം പറഞ്ഞിട്ടെ. നിങ്ങളൊരു ചോസൻ ആണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു ചോസൻ ആണ്. ഹല്ലേലൂയ. സോ ഈ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ മോശയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം മോശയ്ക്ക് ട്രെയിനിങ് കൊടുത്തു, അവന്റെ വിശ്വാസത്തെ ഉറപ്പിച്ചു, ജനത്തിനും കാണിച്ചു കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് അവർക്ക് അനേക യുദ്ധങ്ങൾ, മേജറായിട്ട് 6 യുദ്ധങ്ങൾ അവർ ഫേസ് ചെയ്യുന്നു. ചെറിയ ചെറിയ ഒത്തിരി യുദ്ധങ്ങൾ ഉണ്ടെങ്കിലും ഫേസ് ചെയ്ത 6 യുദ്ധങ്ങളിലും ഭയങ്കരമായ യുദ്ധങ്ങളിലൂടെയൊക്കെ അവരെ കർത്താവ് കടത്തിവിടുവാൻ ഇടയായി. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല ഈ യാത്രയെന്ന് പറയുന്നത്. നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഇന്ന് നിങ്ങളോട് പറയുന്നു, ഈ സന്ദേശം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചോസൻ ആണെങ്കിൽ, നിങ്ങൾ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, നിങ്ങൾ മിണ്ടാതിരിക്കാനാണ് ദൈവം പറയുന്നത്. കാരണം മിണ്ടാതിരിക്കുമ്പോഴാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ആ മിണ്ടാതിരിക്കാനുള്ള കൃപയാണ് നീ ചോദിച്ചു വാങ്ങിക്കേണ്ടത്. ഹല്ലേലൂയ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസത്തില് ഏത് സ്ഥലമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു അനുഭവമാണ്. 2-3 മിക്സ് ആയിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒന്ന്,
എൻ്റെ ദേശത്തിൽ, ഞാനായിരിക്കുന്ന ദേശത്തിൽ എവിടെ ആയിക്കോട്ടെ, ആ ഒരു 2-3 സ്ഥലങ്ങളുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് വലിയ മീൻ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്സിലുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഗുണ്ടായുസത്തിലുള്ളവരായിക്കോട്ടെ, അനേക പേർ ഒന്നിച്ചു കൂടുവാൻ ഇടയായി ഒരു വിഷയത്തിൽ. അതൊരു ഭൗതികമായ ഒരു വീട്ടിലെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നത്തിലാണ്. സ്തോത്രം. ഞങ്ങൾ ഇവിടെയാണ്. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാല് പിശാജ് പഴയ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരും. സ്തോത്രം. എനിക്കെതിരായിട്ടാണ് അവിടെ ഇത്രയേ സംഭവം ഉണ്ടായപ്പം ആ സ്ത്രീകളെല്ലാം കൂടെ എനിക്കെതിരായിട്ട്, എനിക്ക് അവരെ ആദ്യം അറിയത്തില്ല, പരിചയമില്ല, ഒന്നുമില്ല. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിലേക്കൂടെയൊക്കെയാണ് പിശാചിന്റെ പദ്ധതികൾ തുറന്നു വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഒന്നിനും നമ്മൾ ഭയപ്പെടരുത്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവസാനം അവർക്ക് തന്നെ അറിയത്തില്ല അവരെന്തിനായി ബഹളം ഉണ്ടാക്കുന്നതെന്ന്. ഹലോ, അവരും കർത്താവിനെ അറിയുവാൻ ഇടയാകുന്നത് നിന്നിലൂടെ ആയിരിക്കും. സോ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായെങ്കിൽ തന്നെത്താൻ പരിത്യജിച്ച് തന്റെ ക്രൂശും എടുത്ത് എന്റെ പിന്നാലെ വരാനാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് ക്രൂശ് എടുക്കാത്ത ഓരോ ദൈവദാസന്മാരും, ഓരോ വിശ്വാസികളും, ഓരോ ഈ സ്റ്റേജ് ചവിട്ടിപ്പൊളിച്ച് നടക്കുന്ന ഓരോ സഹോദരിമാരും എന്ന് പറഞ്ഞാല് PhD എടുത്ത് വളരെ വചനത്തിന്റെ ആഴത്തിലൂടെ റെവലേഷനുകൾ പറയുന്നു. പക്ഷേ ചരിത്രത്തിലൂടെയും മോട്ടിവേഷനിലൂടെയും പലതിലും പറഞ്ഞ് നിങ്ങളെ എന്താ പറയുക, ശക്തിപ്പെടുത്തുന്നതല്ലാതെ നിങ്ങളെ ആ വെളിച്ചത്തെ ഫോളോ ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല. അവർ നിങ്ങളെ ട്രാപ്പിലിടുകയാണ്. സോ എല്ലാവരും ഈ ദിവസങ്ങളിൽ വെളിച്ചമാകുന്ന പിതാവിലേക്ക്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമെന്ന കർത്താവ് പറഞ്ഞത്, ആ വെളിച്ചത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങൾ ശരീരത്തിൽ നിന്നപ്പോൾ ചെയ്തതിനാണ് അവിടെ പ്രതിഫലമുള്ളത്. അപ്പോൾ നിങ്ങൾ ഓട്ടക്കളത്തിൽ ഭയക്കാതെ ഓടുവാനായിട്ടാണ് ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നത്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. പാസ്റ്റർ ജോസി, വി വെൽക്കം യു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവാത്മാവ് തന്ന ആ ആലോചനയെ ഷെയർ ചെയ്താട്ടെ നമ്മുടെ സഹോദരിമാർക്കും സഹോദരന്മാർക്കുമായിട്ടും എല്ലാവർക്കുമായിട്ടും. എല്ലാ പാസ്റ്റേഴ്സും എല്ലാ വിശ്വാസികളും വളരെ ജാഗ്രതയോടെ ഈ ഒരു സന്ദേശം കേൾക്കണമേ. സ്തോത്രം. തുടർമാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മോശയെപ്പറ്റി പറഞ്ഞല്ലോ. മോശയെ ദൈവം 3 ഘട്ടമായിട്ടാണ് ദൈവം, അത് നമ്മൾക്ക് അത് 3 ഘട്ടമായിട്ട് തിരിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ 40 വർഷം അദ്ദേഹം നല്ല കൊട്ടാരത്തിലുള്ള ഒരു ജീവിതമാണ് നയിച്ചത്. പക്ഷെ പിന്നീട് ദൈവം അദ്ദേഹത്തെ പറ്റി ഒരു ദൈവത്തിന് ഒരു വെളിയും തെരഞ്ഞെടുപ്പും ഒരു ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിക്കാനുള്ളത് കൊണ്ട് ദൈവം മോശയെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറക്കി നേരെ മിദ്യാനിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. മരുഭൂമിയിലാണ് അവിടെ മോശയെ ദൈവം ട്രെയിൻ ചെയ്യുന്നത്. അത് ട്രെയിൻ ചെയ്യിക്കുന്നത് ആടുകളെ കൊണ്ട്, തന്റെ അമ്മായപ്പന്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. അത് ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. ആടുകൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആടുകളെ ഒന്നിനെ ഇങ്ങോട്ട് വിളിച്ചത് അങ്ങോട്ട് പോകും, വേറൊരുത്തിന് അങ്ങോട്ട് പോകാൻ പറഞ്ഞ് ഇങ്ങോട്ട് വരും. അങ്ങനെ അതിനെ മെരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള ഒരു ജോലിയാണ് ആടുകളെ മേയ്ക്കുക. അപ്പം അങ്ങനെ ഒരു ദൗത്യത്തിലേക്കാണ് മോശയെ ദൈവം ഇറക്കിയത്. പക്ഷെ അതും നമ്മൾ ശ്രദ്ധിക്കണം, 1-2 വർഷമൊന്നും അല്ല, 40 വർഷമാണ് ആ മരുഭൂമിയിൽ മോശയെ ദൈവം അവിടെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. കാരണം മോശയ്ക്ക് അന്ന് അറിയില്ലായിരുന്നു 40 വർഷം കഴിഞ്ഞാൽ ഒരു വലിയ കൂട്ടം ജനത്തെ, ലക്ഷക്കണക്കിന് ജനത്തെ ഇവൻ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതാണെന്നുള്ളത് മോശയ്ക്ക് അന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഈ ദൈവം മുന്നമേ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പറ്റിയോ നമ്മുടെ ഭാവി നമുക്കറിയില്ല. ഇന്നത്തെ ആ സാഹചര്യം കണ്ടിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ദുഃഖിക്കും. എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ, നമ്മൾ പല ചോദ്യങ്ങളുമായിട്ട് ദൈവത്തിന് ചിലപ്പോൾ ചെല്ലും. എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്, എനിക്കിതൊന്നും പറ്റുന്നില്ല. പക്ഷെ നമ്മളെ ദൈവം നടത്തുന്നത് നാളേക്ക് വേണ്ടി ഒരുക്കാനായിട്ടാണ് ദൈവം ചിലതിൽ കൂടെ ദൈവം കടത്തിവിടുന്നത്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യം കൂടെ ദൈവം കടത്തിയിടുമ്പോൾ നമ്മൾ പെറുവിറുക്കരുത്. മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ പെറുവിറുക്കാതെ ദൈവസന്നിധിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ താഴ്ത്തി കൊടുക്കുക. അപ്പ നിന്റെ ഇഷ്ടം എന്താണ് എന്നിൽ കൂടെ നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഇഷ്ടം എന്നിൽ കൂടെ ചെയ്യണമേ എന്ന് ഓർത്ത് നമ്മൾ ദൈവകരങ്ങളിലേക്ക് ആ സമയത്ത് സമർപ്പിക്കുക ചെയ്യുക. അപ്പൊ ദൈവം ഉള്ള കൃപ കൊടുക്കും. അപ്പം അങ്ങനെ ദൈവം ആ ഒരു 40 കഴിഞ്ഞ് അവൻ അതിൽ ട്രെയിൻഡ് ആയെന്ന് കർത്താവിന് തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം, നമുക്കറിയാലോ ആ ഭാഗങ്ങളൊക്കെ, മോശ ഒരു പർവ്വതത്തില്, ഹോരേബ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പർവ്വതമാണെന്ന് അറിയപ്പെടുന്നത്, ആ ഹോരേബിലെ പർവ്വതത്തിലേക്ക് ഒരു ദിവസം അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ വെളിച്ചം കാണുന്നതും അവിടാണ് ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്. ആ എൻകൗണ്ടറിലാണ് മോശയ്ക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക്, ഒരു വഴിത്തിരിയിലേക്ക് ദൈവം അയക്കുന്നത്.
അപ്പോഴാണ് ദൈവം അവനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. എന്റെ ജനത്തിന്റെ കണ്ണുനീരും അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നീ പോയി എന്റെ ജനത്തെ അവിടുന്ന് പുറത്തു കൊണ്ടുവരാൻ പറയുന്നത്. അപ്പൊ ആദ്യം മോശ ഒത്തിരി മടിച്ചു. കാരണം മോശ പറഞ്ഞു, ഞാൻ വീക്കനാണ്, എനിക്ക് അതിനുള്ള കഴിവില്ല, പലതും ഉപാധികളൊക്കെ പറഞ്ഞെങ്കിലും ദൈവം മോശയെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോഴും അവിടെയും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. നമ്മുടെ ബലഹീനതയൊന്നും അല്ല ദൈവം നോക്കുന്നത്. ദൈവത്തിന് നമ്മൾ കുരുതലേഖനത്തിൽ വായിക്കുന്നത് പോലെ ദൈവം എപ്പോഴും ബലഹീനമായതിനെയാണ് ദൈവം തെരഞ്ഞെടുക്കുക. എന്തിനാ? ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ വേണ്ടി. അതുപോലെ ദൈവം മൂഢന്മാരെയാ തെരഞ്ഞെടുക്കുന്നത്. എന്തിനാ? പിന്നെ വയസ്സായിട്ടുള്ള ആൾക്കാര്, ബുദ്ധിമാന്മാരെ, അവരെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം. അപ്പൊ അത് ദൈവത്തിന്റെ ഒരു പാറ്റേൺ അത്. കാരണം എല്ലാം കൊണ്ടും തികഞ്ഞിരിക്കുന്ന മനുഷ്യർക്ക് ഞാൻ എല്ലാം കൊണ്ടും തികഞ്ഞിരിക്കുന്നത് തോന്നുന്നതിനെ കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയത്തില്ല പല കാര്യങ്ങളും. ബലഹീനമായതിനെ കൊണ്ടാണ് ദൈവം ചിലത് ചെയ്യുക. അങ്ങനെയുള്ളൊരു ദൈവം പറയുന്നത് ദൈവം അനുസരിക്കാനും അവരെ മനസ്സ് കാണിക്കും. അപ്പം ഇവിടെ അങ്ങനെ മോശ അങ്ങനെ ആദ്യം ഒന്ന് പുറമോട്ട് ബാക്ക് ചെയ്തെങ്കിലും ദൈവം മോശ തന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് തെരഞ്ഞെടുക്കുകയും മോശയ്ക്ക് ഒരു അസിസ്റ്റ് ചെയ്യാനൊരു ആഹരോനെയും കൂടെ കൂട്ടിച്ചേർക്കുന്നത് നമ്മൾ കാണാം. അങ്ങനെയാണ് അവിടുന്ന് അവർ പുറപ്പെടുന്നത്. അപ്പൊ ഈ ആടുകളെ പറ്റി നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്, കുറച്ച് ആടുകളെ പറ്റി ഒരു ഉപമ അവിടെ കർത്താവ് പറയുന്നുണ്ട്. അവിടെ 15:4 വായിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് എന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? അപ്പം ദൈവത്തിന്റെ ആ മനസ്സാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു ഇടയൻ, നമ്മുടെ ശ്രേഷ്ഠ ഇടയനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ മനസ്സാണ് നമ്മൾ കാണേണ്ടത്. ഈ ലോകത്തില് ഇതുപോലെ നമ്മളെല്ലാം ആടുകളാണല്ലോ. അപ്പം ഈ ആടുകൾ, ഒരു ഇടയവന് ഒരു ആട് ഉണ്ടെങ്കിൽ അതില് 100 ആടുണ്ടെങ്കിൽ അതില് 99 ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ച് നിൽക്കുന്ന ഒരു ഇടയനല്ല നമ്മുടെ ഇടയൻ. അതിൽ ഒന്ന് പോയാൽ പോലും കർത്തപ്പച്ചൻ ആ 99 അവിടെ നിർത്തിയിട്ട കാണാതെ പോയ ഓരത്തിന് വേണ്ടി തേടിപ്പോകുന്ന ദൈവമാണ് നമ്മുടെ നല്ല ഇടയൻ. പിന്നെ നമ്മൾ 7-ാം വാക്യത്തിൽ വായിക്കാം, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. അപ്പം ഒരു പാപിക്ക് വേണ്ടിയാണ് ദൈവം ഇന്നും നോക്കുന്ന. അതിൽ ആരാണോ അവൻ മടങ്ങി വരുമ്പോ എന്ന് നോക്കുന്ന ഒരു നല്ല ഇടയനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അപ്പം ആ ഒരു ഭാഗത്ത് നമ്മൾ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ അവിടെയുണ്ട് ഒരു പിതാവിന് 2 പുത്രന്മാരെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും ആ ഇളയവൻ അവന്റെ ഭാഗം പിതാവിനോട് ചോദിക്കുന്നുണ്ട്, അവന്റെ അപ്പന്റെ പ്രോപ്പർട്ടിയുടെ. അപ്പൊ അവിടെയും നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ അപ്പൻ അവന് വേണ്ടുന്നത് കൊടുക്കുന്നുണ്ട്. അവൻ ആ പ്രോപ്പർട്ടിയുമായിട്ട്, അവന് കിട്ടിയ സമ്പത്തുമായിട്ട് അവൻ ഒരു ദൂരദേശത്തേക്ക് പോകുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. പാസ്റ്റർക്ക് പറയാൻ പിന്നെ കണ്ടിന്യൂ ചെയ്യാം. അതെ അതെ. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളില് നമ്മൾ നോക്കുമ്പോൾ മോശയെ ദൈവം വിളിച്ചിറക്കുമ്പോൾ മോശ പറയുന്നുണ്ട്, ഞാൻ വിക്കന, എനിക്കിത് കഴിയുമോ? പക്ഷെ ദൈവം പറഞ്ഞെന്താണ്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടല്ലോ, അത് മതിയല്ലോ. അപ്പൊ ഇന്ന് ഭയന്നിരിക്കുന്ന ദേവദാസന്മാരോടും ദാസിമാരോടും സകല ജനത്തോടും പറയണം, നിങ്ങൾ എല്ലാവരും വിളിയും തെരഞ്ഞെടുപ്പുള്ളവരാണ്. നിങ്ങളെ ആരും എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എടുക്കുന്ന തീരുമാനം, നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അത് കേൾക്കണം, നിങ്ങൾ ഇന്നത് അനുസരിക്കണം. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്, നിങ്ങൾ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. നമുക്ക് ഇവിടെ കാണുന്നതല്ല, കാണാത്തൊരു രാജ്യം, എറ്റേണൽ ഹൗസിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ. സ്തോത്രം. അപ്പോഴേ അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, നീ കാണുന്നത്, പത്രോസ് കണ്ടതുപോലെ ഈ കാണുന്നതിനെ കണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്, കാണാത്തതിനെ വിശ്വസിച്ചവൻ ഭാഗ്യവാൻ എന്നാണ്. ഹല്ലേലൂയ. സോ അതുപോലെ തന്നെ വിജയം വന്നപ്പോഴ്, ഹല്ലേലൂയ, മനുഷ്യന്റെ കഴിവ് കൊണ്ടാണ് ജയിച്ചതെന്ന് കാണിക്കാനായിട്ടാണ് ലാസ്റ്റിൽ മോശയെ അവിടുന്ന് ഡിസപ്പിയർ ആക്കുന്ന ദൈവം. നമുക്കറിയാമല്ലോ മോശയെ എവിടെ അടക്കിയെന്ന് പോലും നമുക്കറിയില്ല. സോ പല കാര്യങ്ങളും നമുക്ക് തോന്നും, മോശ ഓവർ സ്മാർട്ട് കാണിച്ചു, മോശ അങ്ങനെ ചെയ്തു, അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല ഒരു കാര്യം. ഇത് മോശയിലൂടെയാണ് ഇത് സംഭവിച്ചതെന്ന് മനുഷ്യർ വിചാരിച്ച് മോശയെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വളരെ വിഷ്ടത്തോടുകൂടി അവസാനത്തെ എൻഡിങ് അങ്ങനെ ആക്കുന്നത്. പക്ഷെ മോശയെ നമ്മൾ പുതിയ നിയമത്തിൽ വീണ്ടും കാണുന്നുണ്ട്. ഹല്ലേലൂയ. സോ അടുത്തത് പറയാനുള്ളത്, അതുലനെ
പൗലൂസ് പറയുന്നുണ്ട്, എന്റെ എനിക്ക് പറ്റത്തില്ല, മതിയായി. കാരണം പുതിയ നിയമത്തിൽ 14 ലേഖനങ്ങൾ എഴുതിയ പൗലൂസ് പറയണ, എനിക്ക് മതിയായി, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്റെ ശരീരത്തിലുള്ള വേദനയായിരിക്കാം, മുറിവുകളായിരിക്കാം, ഹൃദയത്തിന്റെ മുറിവായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ചിലർ പറയുന്നു കണ്ണിന്റെ പ്രോബ്ലം ആണെന്ന്. എന്ത് തന്നെയായാലും ആ ബുദ്ധിമുട്ടിൽ പറയുമ്പോഴും കർത്താവ് പറഞ്ഞു, ഞാനത് മാറ്റാനൊന്നും പോകുന്നില്ല, പക്ഷെ എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് ആരോടൊക്കെയോ പറയാണ്, കർത്താവിന്റെ കൃപ നിനക്ക് മതി. ഇരുളിലിരിക്കുന്നതായിരിക്കാം, അടഞ്ഞിരിക്കുന്നതായിരിക്കാം, ഭർത്താവിനാൽ പീഡിപ്പിക്കപ്പെടുന്നവരായിരിക്കാം, മക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നവരായിരിക്കാം, സഭയാൽ പീഡിപ്പിക്കപ്പെടുന്നവരായിരിക്കാം. ഹാലലൂയ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഹൂംസോ എവർ. ഹാലലൂയ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ്, നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിനക്ക് ഉത്തരമരുളുന്ന ദൈവം, നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം, അവന്റെ കൃപ നിനക്ക് മതി. റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നെ കേൾക്കുന്ന സൂസനോട് പറയാണ്, മേരിയോട് പറയാണ്, ഹാലലൂയ, അക്സയോട് പറയാണ്, റൈസ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജെസ്സി, റൈസ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹാലലൂയ. ജോയൽ, റൈസ് അപ്പ്. ഹാലലൂയ. മാത്യു, റൈസ് അപ്പ്. ഹാലലൂയ. മഞ്ജു, റൈസ് അപ്പ്. ഹാലലൂയ. ആന്യു, റൈസ് അപ്പ്. ജെസ്സി, റൈസ് അപ്പ്. ചിന്നമ്മ, റൈസ് അപ്പ്. ഹാലലൂയ. ഷീജ, റൈസ് അപ്പ്. ഹാലലൂയ. ഒത്തിരി ജനത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ ദിവസങ്ങളിൽ കൊയ്ത്തനേകമുണ്ട്, വേലക്കാർ ചുരുക്കമാണ്. ഹാലലൂയ. സോ കർത്താവ് പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 12:9 പറയുന്നുണ്ട്, എന്റെ കൃപ നിനക്ക് മതി. ഒന്ന് പറഞ്ഞേ, എന്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. ഇനി നമ്മൾ നോക്കുമ്പോൾ ലൂക്കോസ് 15-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണാതെ പോയ ആടിന്റെ ഉപമയെ കുറിച്ച് നമ്മൾ യേശു കർത്താവ് പറയുന്ന ഒരു ഉപമ നമ്മൾ കേൾക്കുന്നുണ്ട്. ആമേൻ. സോ ഇന്ന് നമ്മളോടുള്ള ഒരു ചോദ്യമാണ്, നമ്മുടെ ഇടയന്മാർ എങ്ങനെയുള്ള ഇടയന്മാരാണ്? നമ്മുടെ ഇടയന്മാർ ഒരു കുറുക്കൻ വരുമ്പോൾ ഓടിപ്പോന്നവരാണോ? ഒരു കൊറോണ വന്നപ്പോൾ ഓടിപ്പോയവരാണോ? ഡിസാസ്റ്റർ വരുമ്പോൾ ഓടിപ്പോയി? ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പ്രതികൂല സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഞാൻ ആരെയും പേടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ബി വിജിലന്റ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇവിടെ മറ്റൊരു കാര്യവും പറയാനല്ല ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ എഴുന്നേൽപ്പിനെ കുറിച്ചാണ്, ഈ വിളിയും തെരഞ്ഞെടുപ്പുമുള്ളവരെ കുറിച്ചാണ്. നിങ്ങൾക്ക് ദർശനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നെവർ നെവർ ഗിവ് അപ്പ്. ലൂക്കോസ് 14 കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളിൽ ഒരുത്തന് 100 ആടുണ്ടായിട്ട് അവയിൽ ഒന്ന് കാണാതെ പോയാൽ 99 എണ്ണത്തിനെ മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയതിനെ കണ്ടെത്തോളം അന്വേഷിക്കാത്തവൻ ആർ? അപ്പൊ ഇടയനെ കുറിച്ച് ഇന്ന് പറയാണ്, ഇടയന്മാർ ദൈവത്തിലേക്ക് കണക്ട് ചെയ്യുന്നവരായിരിക്കണം. പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ വചനം ധ്യാനിക്കുന്നുണ്ടോ? അവർക്ക് ദർശനമുണ്ടോ? അവർ ദൈവവേല ചെയ്യുന്നുണ്ടോ? അവരെ ശിഷ്യന്മാരാക്കുന്നുണ്ടോ? അവർ ദൈവത്തിന്റെ ശരീരത്തെ വിവേചിക്കുന്നവരാണോ? ഹാലലുയ. അവരുടെ കുഞ്ഞാടുകളെ അവർ വളർത്തുവാൻ അവർ പ്രാപ്തരായോ? ഹാലലുയ. സോ നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തില്, ഉൽപ്പത്തി പുസ്തകത്തില്, അപ്പന്റെ ആടുകളെ ആരാണ്? റാഹേലാണ് മേയിച്ചതല്ലേ? സ്തോത്രം. അപ്പം റാഹേല് അപ്പന്റെ ആടുകളെ മേയിക്കണമെങ്കിൽ അവൾക്കൊരു ദൗത്യമുണ്ട്. സ്ത്രീയും പുരുഷനും ഇല്ലാതെ ആടുകളെ മേയ്ക്കാൻ സ്ത്രീകളെയും പുരുഷനെയും ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എൽ ഷദായില് അപ്പനും അമ്മയും ഉണ്ട്. ഹല്ലേലൂയ. എൽ ഷാദ് എന്ന് പറഞ്ഞാൽ നറിഷിംഗ് മദർ ആണ്. അപ്പം അമ്മയെ പോലെയും അപ്പനെ പോലെയും താലോലിക്കുകയും ഓമനിക്കുകയും ചെയ്യുന്ന ഒരു അമ്മ, അപ്പൻ ഈ ദിവസങ്ങളിൽ രണ്ടും പേരെയും, എന്റെ ആത്മാവിനെ സകലത്തിന്റെ മേലും അയക്കും. പുത്രന്മാരും പുത്രികളും, യൗവനക്കാർ, യുവജനങ്ങള്, പുരുഷന്മാരെല്ലാം. പല ചോദ്യങ്ങളും നിങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. സ്ത്രീകൾക്ക് സ്നാനപ്പെടുത്താൻ പറ്റുമോ? സ്ത്രീകൾക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെയല്ലേ വചനം പറയുന്നത്, അങ്ങനെയല്ലേ വചനം പറയുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വചനം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിതാവിന്റെ ഹൃദയം എന്താണെന്ന്. ഹല്ലേലൂയ. അവസാന നിമിഷത്തിലും ആ മറിയെ കൊണ്ട് ആ തലയിൽ എണ്ണ ഒഴിപ്പിച്ച്, തൈലം ഒഴിപ്പിച്ച്, 300 വെള്ളിക്കാശിന്റെ തൈലം ഒഴിപ്പിച്ചിട്ട്, ആ സമയത്ത് 30 വെള്ളിക്കാശിന് ഒരുത്തൻ വിറ്റിട്ടിരിക്കുകയാണ്. പണ്ട് പറഞ്ഞു സ്ത്രീയാണ് നശിപ്പിച്ചതെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ യേശുവിനെ ഒറ്റിക്ക് കൊടുക്കുന്നത് ഒരു പുരുഷനാണ്. 300 വെള്ളിക്കാശിനാണ് സ്ത്രീ ആ തൈലം ഒഴിക്കുന്നത്. അത്ര വിലയേറിയതെന്ന് നമുക്ക് മനസ്സിലായി. ഈ വെളിപ്പാട് ചില അന്ത്യകാലത്ത് സ്ത്രീകൾക്ക് അതിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയെ ഉയർപ്പിന് മുമ്പും ഉയർപ്പിന് ശേഷവും എല്ലാ സ്ത്രീകളോട് പറയാൻ ദൈവം മറന്നില്ല. യേശു കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് അവൻ യേശു കർത്താവാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാതെ പോയ ആടിന്റെ ഉപമയെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത്, സ്തോത്രം, ഈ ലൂക്കോസ് 15-ാം അധ്യായത്തില് പിന്നെ നമ്മൾ കാണാതെ പോയ 99 ആട്, ഒരു ആടിനെയും 99 ആടിനെയും കാണുന്നുണ്ട്. കാണാതെ പോയ ഒരാടിനെ കുറിച്ചും. പിന്നീട് നാണയം,
രമ കാണാതെ പോയൊരു സ്ത്രീയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് മുടിയനായ പുത്രനെ കുറിച്ചാണ്. ഹല്ലേലൂയ. സോ മകൻ നഷ്ടപ്പെട്ടു, പിതാവ് കാത്തിരിക്കുന്നു. ഇന്ന് എല്ലാ നഷ്ടപ്പെട്ട മക്കളെയും യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നീ എനിക്ക് തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ജനത്തിന് മുഴുവനുമായി ഇടിവിൽ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ചെയ്യേണ്ടത് ആത്മാവിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയതാണ്. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. അനേക ഫോൺ കോളുകൾ കട്ട് ചെയ്യുക, ആവശ്യമില്ലാത്തവരെയൊക്കെ മാറ്റി നിർത്തുക, ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക, അൺവാണ്ടഡ് ആയിട്ടുള്ള. കാരണം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നതാണ്. ഇന്നു മുതൽ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരാകട്ടെ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ മുട്ടുമടക്കുക, സംസാരങ്ങൾക്ക് പോകണ്ട. കാരണം നിങ്ങൾ കുരുവിയല്ല, നിങ്ങൾ കാക്കയല്ല. ഇതൊക്കെയാണ് ഷോ ഓഫ് ചെയ്യുന്നത്. ഭയങ്കര ഷോ ഓഫാണ്. സ്റ്റേജുകൾ ചവിട്ടിപ്പൊട്ടിക്കും. പക്ഷേ വെള്ള സാരിയും ഉടുക്കും, തലയിൽ സ്കാർഫും കെട്ടും, പ്രവചനം പറയും, സുഖിപ്പിക്കും, നമുക്ക് അധികാരം പറയും. പക്ഷേ സ്ത്രീകൾക്ക് അധികാര ശുശ്രൂഷയുണ്ടോ? സ്ത്രീയും പെണ്ണും പുരുഷനും ക്രിസ്തുവിൽ ഒന്നാണെന്ന് അവർ പറയത്തില്ല. ഹല്ലേലൂയ. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. സോ എല്ലാത്തിൽ നിന്നും കർത്താവ് നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്കിനി കഴുതകളെ കുറിച്ചും കൂടെ ഒന്ന് ഗ്രഹിക്കാം. പഴയ നിയമം മുതൽ പുതിയ നിയമത്തിൽ വരെ കഴുതകളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിനെ മകനെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ, അബ്രഹാം മകനെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഒരു കഴുതേനെയും കൊണ്ടാണ് പോകുന്നത്. സ്തോത്രം. സോ ഈ കഴുതെ പോലും ദൈവം മറന്നില്ലെന്നാണ്. നീ ഒരു ചെറിയ കാര്യമായിരിക്കും ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തത്, ദൈവം മൈറ്റിയായി നിന്നെ ആമേ ഓർക്കും. ഗോഡ് റിമെമ്പേർഡ് റേച്ചൽ, ഗോഡ് റിമെമ്പേർഡ് അബ്രഹാം, ഗോഡ് റിമെമ്പേർഡ് നോഹ, ഗോഡ് റിമെമ്പേർഡ് ആമേ എല്ലാവരും ദൈവം ഓർക്കുന്നുവെങ്കിൽ നമ്മളെയും ദൈവം ഓർക്കുന്നു. അതേ പട്ടികയിലാണ് നമ്മളെയും കാണുന്നത്. ഹെബ്രായ ലേഖനം 11 വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അബ്രഹാമിന്റെ അനുഗ്രഹത്തിലൂടെ നമ്മൾ വരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം ഈ കഴുതനെ കുറിച്ച് പറയാം. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് ഒരു സഹോദരി ചോദിച്ചു. അപ്പൊ ഭൗതികമായ അനുഗ്രഹമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആമേ ഒന്നും പറയാനില്ല. കാരണം ഇപ്പോഴും കണ്ണൊന്നും തുറന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ അവിടെ ഇവിടെയും പ്രോസ്പെരിറ്റി മെസ്സേജുകളും മോട്ടിവേഷൻ മെസ്സേജുകളും ഒക്കെ ഒന്ന് ആവശ്യത്തിന് മാത്രം കേട്ടിട്ട് വളരുവാനുള്ള ഇതുപോലെയുള്ള മെസ്സേജുകൾ കേൾക്കുക. സ്തോത്രം. അപ്പൊ ഈ ദൗത്യം, മർമ്മം, പിതാവിന്റെ ഹൃദയം നിങ്ങൾ മനസ്സിലാക്കണം. മുഖം മാത്രം നോക്കിയിരുന്നപ്പോൾ ഹൃദയം മനസ്സിലാക്കുമ്പോൾ ഈ കഴുത വിറവുണ്ട്, കത്തിയുണ്ട്, മകനുണ്ട്, എല്ലാം ഉണ്ട്, ബലിയർപ്പിക്കാൻ മലയും എല്ലാം ഉണ്ട്. പക്ഷേ ആ സമയത്ത് കഴുതനെ മാറ്റും. പക്ഷേ ഷീ വാസ് വിറ്റ്നസ് ദാറ്റ് കഴുത. ഹല്ലേലൂയ. അതുപോലെ കഴുതനെ ഉപയോഗിക്കുന്ന, കഴുതനെ മറക്കാത്ത, കഴുതനെ അവസാന സമയത്ത് വിളിച്ചു വേർതിരിക്കുന്ന, കഴുതനെ മാത്രമല്ല അതിന്റെ കുട്ടിയെയും കൂടെ കൊണ്ടുവരുന്ന പെൺകഴുത എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഷീ എന്നാണ്. ഹല്ലേലൂയ. സോ നമ്മുടെ മലയാളം ട്രാൻസ്ലേഷനിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല. തലയിൽ തുണിയിടുന്നതിനെ കുറിച്ചും അത് തന്നെയാണ്. ഇത്രയും ഗാംഭീര്യമായിട്ട് പറഞ്ഞു വരികയാണ് തലയിൽ തുണിയിടുന്നതിനെ കുറിച്ച്. ഇടാത്തത് പ്രവചിക്കോ പ്രാർത്ഥിക്കോ എല്ലാം വന്നിട്ട് 12 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല, പുരുഷനെ എന്നാൽ എന്ന് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനൊരു മാറ്റം വരികയാണ്. അപ്പൊ നമ്മുടെ ദൈവസ്ഥ ഇതുവരെ പറഞ്ഞ് 11 വരെ പറഞ്ഞ് പെണ്ണുങ്ങളെ പേടിപ്പിക്കും. അപ്പോൾ കല്യാണം കഴിക്കാത്തവർ തലയിൽ തുണിയിടുന്നതിനാ. ഭർത്താവിന് വേണ്ടിയിട്ട്, ഭർത്താവല്ലേ നിന്റെ മുകളിൽ, അത് കഴിഞ്ഞിട്ട് ക്രിസ്തു, പിന്നെ പിതാവ്. അപ്പം ഈ പേടിപ്പിക്കുന്നവരോട് ചോദിക്കുകയാണ്, വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ എന്ത് ചെയ്യണം? യൗവനക്കാരെന്ത് ചെയ്യണം? സ്തോത്രം. എനിവേ സ്തോത്രം. അപ്പോഴ് അതിൽ പറയുന്നു, നിങ്ങളുടെ മുടി തന്നെ നിങ്ങൾക്ക് മൂടുപടത്തിന് പകരമാകുന്നു എന്ന്. ഇതിന് തർക്കിക്കേണ്ട ആവശ്യമില്ലെന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ കഴിഞ്ഞു പോയി. ഇതൊക്കെ പാസ്റ്റർ റാണിയുടെ ജീവിതത്തിൽ 1.5 വർഷം കൊണ്ടുള്ള കോൺസിക്വൻസ് ആണല്ലോ. പാസ്റ്റർ ആയതിനു ശേഷം ഇതൊക്കെ കഴിഞ്ഞു. അനേക ശത്രുക്കളായി കഴിഞ്ഞു, അനേകർ പിണങ്ങിപ്പോയി, അനേകർ. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിട്ടില്ല. സ്തോത്രം. ഇനിയും അനേകർ എഴുന്നേൽക്കാനുണ്ട്. നെവർ ഗീവ് അപ്പ് റൈസ്. അപ്പൊ നമുക്ക് കഴുതയെ കുറിച്ചൊന്ന് നോക്കാം. പാസ്റ്റർ ജി, പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ അബ്രഹാമിന്റെ കഴുതയെ പറ്റി കേട്ടു. അതുപോലെ നമ്മള് ഉൽപ്പത്തി 42 വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഈ ഈജിപ്തിലെ ക്ഷാമം ഉണ്ടായ സമയത്ത് നമ്മുടെ യോസെഫിന്റെ സഹോദരന്മാർ ധാന്യം വാങ്ങാനായിട്ട് അവിടെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ യോസെഫിന്റെ ഈ ധാന്യം വാങ്ങാൻ പോകുന്നത് എങ്ങനെയാണ് അവർ പോകുന്നത്? അവര് കഴുതയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ധാന്യം മടങ്ങിക്കൊണ്ടിരുന്നെങ്കിൽ കഴുത വേണം. കഴുതയുടെ പുറത്ത് വെച്ചിട്ടാണ് ഇത് കൊണ്ടുവരേണ്ടത്. അപ്പം ഇവര് ഈ കനാലിൽ അവിടെ ചെല്ലുമ്പം, കനാൻ ദേശത്തെല്ലാം ക്ഷാമം നമ്മൾ പറയുമ്പോൾ ക്ഷാമം ഭൂതലത്തിലെങ്ങുമാണ് ക്ഷാമം. പക്ഷെ മിസ്രൈം ദേശത്ത് കഠിനമായിട്ടൊരു ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രൈമിൽ യോസെഫിന്റെ അടുക്കൽ വന്നു.
അങ്ങനെ ഈ യോസഫിന്റെ അടുക്കൽ തന്റെ 11 സഹോദരന്മാരും അവിടെ വരുന്നുണ്ട്. അവർക്ക് സഹോദരൻ അറിയുന്നില്ല, പക്ഷെ ഇവിടെ അത് ലഭ്യമായതുകൊണ്ട് അവർ വരുന്നത് നമുക്ക് ഭാഗം കാണാം. അപ്പൊ അവര് അവിടെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ട് വഴിയമ്പലത്തിൽ വെച്ച് അവരിൽ ഒരുത്തൻ കഴുതയ്ക്ക് തീൻ കൊടുപ്പാൻ ചാക്കഴിച്ചു. അപ്പം അത് ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ കഴുതകൾ മനുഷ്യരെ പോലെ തന്നെ അവരും താടുകളായി ഈ ക്ഷാമത്ത് അവരും സഫർ ചെയ്യാണ്. അപ്പം പക്ഷെ ഇവര് ഈ സഹോദരന്മാർ അവരെ ഈ കഴുതയെ കൊണ്ടുപോയി, ഈ കഴുത ഈ പറഞ്ഞ പോലെ അതിന്റെ ദേശം വിട്ട് അനേക സ്ഥലങ്ങളൊക്കെ കണ്ടൊക്കെ ഇങ്ങനെ വരുമ്പം ഇവരുടെ പുറത്താണ് ഈ ധാന്യം ചാക്ക് വെച്ച് കൊണ്ടുപോകുമ്പോഴും അവർക്കും കരുതുന്നുണ്ട് ഈ സഹോദരന്മാര്. ഈ കഴുതയ്ക്കും തീൻ കൊടുക്കുന്നുണ്ട്, അവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പം ഈ കഴുതകളെ ഇവിടെയും മുമ്പ് പറഞ്ഞ പോലെ കഴുതകളെ ചുമക്ക് മാത്രമല്ല, അവരെ ഇവിടെ എല്ലാം കൊണ്ട് ദൈവം അവരെയും കരുതുന്നുണ്ട്. നമ്മൾ നോഹയുടെ പെട്ടകത്തെ പറ്റി വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗം അങ്ങനെ എഴുതിയിട്ടുണ്ട്. ദൈവം നോഹയെ മാത്രമല്ല, നോഹയിലുള്ള സകല ജീവജാലങ്ങളെയും ജന്തുക്കളെയും ദൈവം ഓർക്കുന്ന ദൈവമാണ്. അപ്പൊ ഈ ക്ഷാമത്ത് ദൈവം മൃഗങ്ങളെയും ഓർക്കുന്നുണ്ട്, ഇവിടെ കഴുതകളെ ദൈവം ഓർക്കുന്നുണ്ട്, കഴുതകൾക്കും അവിടെ അവര് തീൻ കൊടുക്കുന്നുണ്ട് ഇവരവിടെ. പിന്നെ നമ്മൾ ലൂക്കോസിന്റെ മത്തായി സുവിശേഷം 21 നമ്മൾ അവിടെയും കാണുന്നുണ്ട് ഒരു കഴുതയെ പറ്റി. മാസ്റ്റർജി വായിക്കും. അതെ അതെ, ഈ കഴുതനെ പറ്റി പറയുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ട് ആ വാക്യം വായിക്കാം. എന്ന് പറഞ്ഞാല് കഴുതയെന്ന് പറയുമ്പോൾ ലോകം മനസ്സിലാക്കാത്തത്, റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വചനത്തിൽ പറയുന്നല്ലോ, യിരെമ്യാവിന്റെ പുസ്തകത്തില് ഉയർന്നതിനെ താഴ്ത്തി താഴ്ന്നതിനെ ഉയർത്തും. പ്രതീക്ഷിച്ചു ദൈവം ഒത്തിരി പേരെ. നമ്മള് ഉടനീളം എസെക്കിയേലിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ അനേകരെ ദൈവം ആഗ്രഹിച്ചു, പക്ഷെ അവരെല്ലാം ആ ദൗത്യത്തിൽ നിന്നും മാറിപ്പോയി. അവരുടെ പാർട്ട്നേഴ്സ് കാരണമായിരിക്കാം, ഭൗതികമായിരിക്കാം, വയറിന് വേണ്ടി ഓടിയതായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരു മാറ്റവുമില്ല. ഓൾ ഹിസ് പ്രോമിസസ് ആർ യെസ് ആൻഡ് ആമേൻ എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഡോങ്കി എന്ന് പറയുമ്പം സ്ത്രീകളാകാം, പിന്നെ റിജക്റ്റഡ് ആയിരിക്കുന്നവരായിരിക്കാം, ആരും ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഇതിൽ നിന്നും വരുന്നു. കാരണം ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നല്ലോ, നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന്. സോ നസ്രത്തിൽ നിന്നും ഒരു നന്മയും വരത്തില്ലെന്നാണ് ആര് വിചാരിച്ചിരിക്കുന്നത്? ഈ ജനം വിചാരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നദയിലിനോട് ഫിലിപ്പോസ് പറയുന്നുണ്ട്, നീ വന്ന് കാണ്. അപ്പോഴാണ് അവൻ കാണുന്നത് നസ്രത്തിൽ നിന്ന് തന്നെയാണ് നന്മ. അപ്പം പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന്, പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ ആയിരിക്കും ദൈവം പ്രവർത്തിക്കുന്നതിനാല് പെൺകഴുതയാണത്. സ്തോത്രം. അതിന്റെ കൂടെ കെട്ടിയിരിക്കുന്ന ഇതിനെയും കൂടെ കൊണ്ടുവരാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ വിലയില്ലാത്ത റിജക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾ അനേക സുവിശേഷ വേലകൾ ഇന്നുവരെയും അനന്യാസിനെ പോലെ ചെയ്തിട്ടുണ്ടായിരിക്കാം, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവം മുന്നമേ അതെല്ലാം കാണുന്നുണ്ട്. അവന്റെ കണ്ണിൽ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സോ ഇതിലൂടെ കണക്റ്റഡ് ആയിരിക്കുന്ന മുഴുവൻ ജനത്തെയും, നമ്മൾ ചിലർ പറയും എന്റെ മക്കളെ കുറിച്ചായിരിക്കും. ദൈവത്തിന് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടൊരു കൺസേൺ അല്ല ദൈവം എപ്പോഴും ബൈബിളിൽ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ സകല ജനത്തെയും കുറിച്ചാണ്. സോ നമ്മൾ ആരോടെല്ലാം സുവിശേഷം പറഞ്ഞിരിക്കുന്നു, നമ്മൾ ആരെയൊക്കെ കണ്ടിരിക്കുന്നു, ഹൂഎവർ ഇറ്റ് ഈസ്, ദൈവത്തിന്റെ പദ്ധതി വിലയേറിയതാണെന്ന് നമ്മൾ മറന്നു പോകരുത്. എഴുതിയിരിക്കുന്ന 2-ാമത്തെ വാക്യം, അവിടെ കെട്ടിയിരുന്ന ഒരു പെൺ കഴുതയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വലുതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. അപ്പൊ ഇവിടെയും നമ്മൾ വായിക്കുമ്പം ഇതിന്റെ വേറൊരു ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട്, ഈ അഴിച്ചുകൊണ്ട് വരുന്ന ഈ പെൺകഴുതെ ഒരിക്കലും ഒരു നാളും അതിന്റെ മേലെ ആരും കേറിയിട്ടില്ല. അത് എന്നും ആ കെട്ടപ്പെട്ട ഒരു അവസ്ഥ കിടക്കുന്ന ഒരു കഴുതയാണിത്. അപ്പം നമുക്ക് പൊതുവെ നമുക്കറിയാം, കഴുത എന്ന് പറയുന്നത് തന്നെ ദേ ആർ ലോഡ് ചുമക്കുന്ന ഒരു ആനിമലായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് എപ്പോഴും റിജക്റ്റഡ് ആണ്. ആൾക്കാർ അതിന് വലിയ വിലയൊന്നും കൊടുക്കാറില്ല, കാരണം ഇത് ചുമക്കുന്ന ഒരു മൃഗമാണ്. പക്ഷെങ്കിൽ ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ അത് പ്ലെയിൻ റോഡിൽ മാത്രമല്ല, കയറ്റങ്ങളാണെങ്കിലും ഏത് വലിയ പിന്നെ ഇടുക്ക് വഴി കൂടെ ആണെങ്കിലും ഇത് ചുമന്ന് കയറി പോകാൻ പ്രാപ്ത ഒരു മൃഗമായത്. അതുകൊണ്ടാണ് എല്ലാവരും ചുമട് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ് ഈ കഴുത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ വേറൊരു ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ കഴുതയെ ഒരിക്കലും ആരും അഴിച്ചിട്ടില്ല, അതിന്റെ മേലെ ആരും കയറിയിട്ടില്ല. അപ്പൊ ഈ കഴുതയാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ അവിടെ പോകുമ്പോൾ അഴുതിലുള്ള ഗ്രാമത്തിൽ നിൽക്കുന്ന ആ പെൺ കഴുതയെ നീ അഴിച്ചുകൊണ്ട് വരാൻ പറയുന്നത്. അപ്പൊ ഇന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെൺകഴുത ഇവിടെ എടുത്തു പറയുമ്പം ഞാൻ പറയുന്നത്, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ,
നീ ചുമട് ചുമക്കാൻ പിന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ദൈവം നമ്മളെ അങ്ങനെയുള്ളവരെ ആണെങ്കിൽ ദൈവം ഇന്ന് അവരുടെ മേലാണ് വാഹനം ഏറാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഒരിക്കലും നിന്നെ ദൈവം നീ കർത്താവിനെ ചുമന്നിട്ടുണ്ടാവില്ലായിരിക്കും. എന്നും കെട്ടപ്പെട്ട ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നീ റിജക്റ്റഡ് ആയിട്ട് ഒരാളായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേലായിരിക്കുന്നത്. ഹി വാണ്ട്സ് യു. ഇന്ന് കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് നിന്റെ മേൽ കയറി യാത്ര ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റിജക്റ്റഡ് ആയിട്ടുള്ളതിനെയൊക്കെ ഒരിക്കലും ആരും നോക്കാത്തതും അവഗണിക്കപ്പെട്ടതും കെട്ടപ്പെട്ടതിനെയൊക്കെ ഇന്ന് ദൈവം അങ്ങനെയുള്ളതിനൊക്കെ അഴിച്ചുകൊണ്ട് വന്ന് കർത്താവിന് പ്രയോജനപ്പെടുത്താൻ, അല്ലെങ്കിൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ഇവിടുന്ന് പറയുന്നത് പോലെ ഇവരെ കൊണ്ടാണ് ദൈവം ഉപയോഗിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പെട്ടെന്നാണ്, ക്ഷണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കഴുത ദൈവം ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ പെൺ കഴുത ക്ഷണത്തിലാണ് അതിനെ അഴിച്ചുകൊണ്ട് ശിഷ്യന്മാർ വരുന്നതും കർത്താവിന്റെ മേൽ വാഹനം വരുന്നത്. അത് തന്നെയാണ് ഇന്നും നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച ആ ഒരു ടോപ്പിക് ഓർക്കുന്നുണ്ടല്ലോ, ദിനവൃത്താന്തം. ക്ഷണത്തിലാ കാര്യങ്ങൾ നടക്കുന്നത്. ആമേൻ. എനിക്ക് തോന്നുന്നത് എന്നാന്നറിയാമോ, പെട്ടെന്ന് ഈ കഴുതയും ഈ കുഞ്ഞുന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ ജോസിയുടെ ജീവിതത്തിൽ അത് ആപ്റ്റാണ്. ഹല്ലേലൂയ. കാരണം പാസ്റ്റർ ജോസി ആരാണെന്ന് ഇന്നുവരെയും ആർക്കും അറിയത്തില്ല. എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. കാരണം ദൈവം അന്നന്ന് 24 hours എന്താണോ പറഞ്ഞത് അത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. സോ എനിക്ക് ഹിസ്റ്ററി ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ പാസ്റ്റർ ജോസി ആരാണെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. പാസ്റ്റർ ജോസിയുടെ അമ്മ ആരാണെന്നും അവരുടെ മിനിസ്ട്രി എന്താണെന്നും ഒക്കെയും ദൈവം അനുവദിച്ചാൽ അത് നമ്മൾ അടുത്ത പ്രാവശ്യം റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ആപ്റ്റ് അല്ലേ? അമ്മ കഴുതയും മകളും, സ്തോത്രം, എല്ലാം പുറത്തു വരികയാണ്. ഇത്രയും നാളത് കിട്ടിയിരുന്നതായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെയുള്ള അനേകർ അത് ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, പ്രൈസ് ലോർഡ്. പിന്നെ പാസ്റ്റർ ലിനില് കണ്ട ദർശനം പോലെ അനേക സഹോദരിമാർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ അനേക വിഷൻസിനെ കുറിച്ച് സഹോദരിമാരെ കാണുവാൻ തുടങ്ങി. സോ പലരും എന്നോട് പറഞ്ഞത് മിറക്കിൾസ് ചെയ്തങ്ങ് പോയാൽ പോരെ, വിടുതലും വീഴ്ത്തിയതും. ഞാൻ ഒരു ആളും വീഴാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എന്നെ എല്ലാവരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അവരോട് അവരെ പ്രാർത്ഥിക്കുന്നതും എല്ലാം. കാരണം വീഴ്ചയിലല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരുടെ ട്രാൻസ്ഫോർമേഷൻ, അവരുടെ ഹൃദയത്തിന്റെ ഇന്നർ ഹീലിംഗ്, അവര് ദൈവത്തോട് കണക്ട് ആവണം. ആ പുതിയ തുരുത്തിയിൽ നിന്നും പുതിയ തുരുത്തിയായി അവർ ആ ദൈവത്തിന്റെ വാക്തത്വത്തിലേക്ക് കടക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോഴ് അനേക സഹോദരിമാരെ നമ്മൾ കാണുക. അപ്പം അനേകർ വെളിപ്പാടുകൾ നമ്മൾക്ക് അയച്ചു തരുന്നു. അത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോൺ നമ്പർ 00971557079031 എന്ന ഫോൺ നമ്പറാണ്. നിങ്ങൾ പതുക്കെ എഴുതിയിട്ടാൽ മതി. ഞാൻ ഇതിന്റെ ബാക്കിൽ അവസാനത്തിൽ കൊടുത്തേക്കാം. അപ്പോഴ് പാസ്റ്റർ ലിനിൽ കണ്ട ദർശനം ഒന്ന് ആഡ് ചെയ്യുന്നു. ഒത്തിരി ദർശനങ്ങൾ നമ്മൾ ഇത് 2-3 ദിവസമായിട്ട് ഒത്തിരി സഹോദരിമാരെ കാണുന്ന ദർശനങ്ങളെ കുറിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിൽ. നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഇതാണ് നമ്പർ. അപ്പോൾ പാസ്റ്റർ ലിനിൽ കണ്ട ദർശനം ഇപ്രകാരമാണ്. എന്നെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു ഡോങ്കി, എല്ലാവരും റിജക്ട് ചെയ്യപ്പെടുന്നതാണ് ഡോങ്കി. അപ്പോൾ എന്തുകൊണ്ട് പാസ്റ്റർ ചോദിച്ചു, എന്തുകൊണ്ട് അതിനെ ഒരു കുതിരയായിട്ട് ഉപമിച്ചൂടാ എന്ന് ചോദിക്കുമ്പോൾ, കഴുതയ്ക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും. കുതിരയ്ക്ക് എല്ലായിടത്തും ഒന്നും ചെല്ലാനോ ഇച്ചിരി താഴാൻ പറ്റത്തില്ല. കുതിര എപ്പോഴും രാജാവ് കയറി പോകുന്നതും രാജകൊട്ടാരത്തിലും ഹോഷങ്ങളിലും ഒക്കെയാണ് നമ്മൾ കാണുന്നുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ കുതിരയെ കുറിച്ച് ഹേ ഹേ ശബ്ദം കേൾക്കുന്തോറും അത് ഇങ്ങനെ നിൽക്കുന്നു. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഈ കഴുത ചെയ്യാൻ പറ്റുന്നത് കുതിരയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കുതിര ചെയ്യുന്നത് കഴുതയ്ക്കും ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ വാണ്ട് കഴുത. ഹല്ലേലൂയ. സോ ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവരിവൺ. ആമേൻ. സോ എല്ലാവരെയും നിങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ്. തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡ് നമ്മുടെ യാത്രയെക്കുറിച്ചും അടുത്ത കാര്യങ്ങളെക്കുറിച്ചും വീണ്ടും ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നതായിരിക്കും. നെവർ ഗിവ് അപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ബാഡ് ആയാലും നല്ലതായാലും എൻകറേജ്മെന്റ് ആയാലും സജഷൻസ് ആയാലും ഓൾ വെൽക്കം. ബിക്കോസ് അതാണ് കൂടുതൽ നമ്മളെ എൻകറേജ് ചെയ്യുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഗൈഡ് ചെയ്യട്ടെ. വിളിയും തിരഞ്ഞെടുപ്പുമുള്ള സഹോദരിമാരും സഹോദരന്മാരും പാസ്റ്റേഴ്സ് യുവജനവും എല്ലാവരും എഴുന്നേൽക്കട്ടെ. അനേകർ സ്നാനപ്പെടുവാൻ ഇടയാകട്ടെ. അനേകരെ വചനത്തിൽ ഉറപ്പിക്കുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയതാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ വചനം ധ്യാനിക്കണം. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഹല്ലേലൂയ. സോ ആത്മീയമായ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ. ഐ ക്യാൻ എൻകറേജ് യു. അപ്പോൾ പാസ്റ്റർ ജി, അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? സ്തോത്രം. അവസാനമായിട്ട് റൈസ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്, റൈസ് അപ്പ് എന്നാ പറയാനുള്ളത് എനിക്കും.
അപ്പോഴ് കാണാതെ പോയ ഒരെണ്ണത്തിനെ തേടി കർത്താവ് ഇറങ്ങിയെങ്കിൽ ഈ ദിവസങ്ങളിൽ കാണാതെ പോയതെന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു റിജക്ട്സ്, എവിടെയോ മുറിവേൽക്കപ്പെട്ട് അല്ലെങ്കിൽ ചില ട്രാപ്പിൽ പെട്ടുപോയതാണ്. ഈ ദിവസങ്ങളിൽ അതെല്ലാം പുറത്തിറങ്ങും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. Thank you, Father. Thank you, Lord. Thank you, Jesus. We praise you, Lord. We thank you, Lord. Hallelujah. നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞങ്ങൾ മതിൽ ചാടിക്കിടക്കും. ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങൾ യഹോവയുടെ നന്മയെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കൊരു മാറ്റവുമില്ല. ഹബാറ സിക്കൂറിയ ഷേഖിനിമൻ അക്കുന്തുരമേ. എല്ലാവരും ആത്മാവിന്റെ നിറവിൽ നിറയട്ടെ. ഹാലലുയ. അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കട്ടെ. ഹാലലുയ. എൻ്റെ ആത്മാവില്ലാത്തതൊന്നും ദൈവത്തിൻ്റെതല്ല. ഹാലു. അന്ത്യകാലത്തിൽ എൻ്റെ ആത്മാവിനെ സകല ജനത്തിന്റെ മേലും അയക്കുമെങ്കിൽ ഈ നിമിഷം തന്നെ അഭിഷേകം പ്രാപിക്കാത്തവർ, വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വരാത്തവർ, അഗ്നിയുടെ അഭിഷേകം നിങ്ങളുടെ മേൽ നിറയട്ടെ ഈ നിമിഷം തന്നെ. ഹാലലു. റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഔ ശബാഖന്തുരമേ. കാണാതെ പോയ എല്ലാ ആടുകളും അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേ. ദ്രഹ്മ കാണാതെ പോയപ്പോൾ തേടിയതുപോലെ ആ സഹോദരിയോടുള്ള ആത്മഭാരം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഹാലലൂയ. വിളിയും തെരഞ്ഞെടുപ്പുമുള്ളവർ എഴുന്നേൽക്കട്ടെ. നല്ല ശിഷ്യന്മാർ എഴുന്നേൽക്കട്ടെ. ഹാലലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ. മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ സകല ജനവും മടങ്ങി വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വൻകരയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടാതെ ദൈവത്തിൽ വിശ്വസിച്ച് ഏത് സ്റ്റോമിലും ഉറച്ചു നിൽക്കുന്നവരായി നിന്റെ മക്കളെ എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വി ടേക്ക് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഫാദർ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. താങ്ക് യു പാസ്റ്റർ ജി. നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. താങ്ക് യു. താങ്ക് യു.